ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. പ്രതികൂലങ്ങൾ മധ്യ പ്രത്യാശയുണർത്തും യേശു എത്ര നല്ലവനാ. ആശയറ്റ നേരത്തും എൻ ആശയുണർത്തും യേശു എത്ര വല്ലഭനാ. പ്രതികൂലങ്ങൾ മധ്യ പ്രത്യാശയുണർത്തും യേശു എത്ര നല്ലവനാ. ആശയറ്റ നേരത്തും എൻ ആശയുണർത്തും യേശു എത്ര വല്ലഭനാ. ഹേ മരണമേ നിൻ ജയമെവിടെ, പാതാളമേ വിഷമുള്ളെവിടെ. ഹേ മരണമേ നിൻ ജയമെവിടെ, പാതാളമേ വിഷമുള്ളെവിടെ. ശത്രുവിൻ കോട്ടകളെ തകർക്കും അവൻ, എന്നോട് സൈന്യാധിപൻ. ശത്രുവിൻ കോട്ടകളെ തകർക്കും അവൻ, എന്നോട് സൈന്യാധിപൻ. ജീവിതയാത്രയിൽ ക്ലേശങ്ങൾ വന്നിടിലും മാരികൾ എതിരേറ്റിടിലും. ജീവിതയാത്രയിൽ ക്ലേശങ്ങൾ വന്നിടിലും മാരികൾ എതിരേറ്റിടിലും. കൽപ്പലകയിലല്ല എൻ ഹൃദയത്തിലല്ലോ ജീവൻ എഴുതപ്പെട്ടത്. കൽപ്പലകയിലല്ല എൻ ഹൃദയത്തിലല്ലോ ജീവൻ എഴുതപ്പെട്ടത്. ഹേ മരണമേ നിൻ ജയമെവിടെ, പാതാളമേ വിഷമുള്ളെവിടെ. ഹേ മരണമേ നിൻ ജയമെവിടെ, പാതാളമേ വിഷമുള്ളെവിടെ. ശത്രുവിൻ കോട്ടകളെ തകർക്കും അവൻ, എന്നോട് സൈന്യാധിപൻ. ശത്രുവിൻ കോട്ടകളെ തകർക്കും അവൻ, എന്നോട് സൈന്യാധിപൻ. കൂടാരമാകും ഭൗമിക ഭവനം അഴിഞ്ഞുപോയി എന്നാലും. കൂടാരമാകും ഭൗമിക ഭവനം അഴിഞ്ഞുപോയി എന്നാലും. കൈപ്പണിയല്ലാത്തതാം നിത്യഭവനം നാഥൻ ഒരുക്കുന്നുണ്ടല്ലോ. കൈപ്പണിയല്ലാത്തതാം നിത്യഭവനം നാഥൻ ഒരുക്കുന്നുണ്ടല്ലോ. ഹേ മരണമേ നിൻ ജയമെവിടെ, പാതാളമേ വിഷമുള്ളെവിടെ. ഹേ മരണമേ നിൻ ജയമെവിടെ, പാതാളമേ വിഷമുള്ളെവിടെ. ശത്രുവിൻ കോട്ടകളെ തകർക്കും അവൻ, എന്നോട് സൈന്യാധിപൻ. ശത്രുവിൻ കോട്ടകളെ തകർക്കും അവൻ, എന്നോട്
ത്രിയേക ദൈവത്തിന് സ്തുതി. കർത്താവിൻ്റെ പരിശുദ്ധ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹത്തിന് യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 2-3 വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു: അടിമ വീടായ മിസ്രയീം ദേശത്ത് നിന്ന് നിന്നെ കൊണ്ടുവന്ന യഹോവയായ ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാനല്ലാതെ അന്യദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു പോകുന്ന ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ വാഗ്ദത്ത കനാനിലേക്ക് യാത്ര ചെയ്യുമ്പോൾ സ്നേഹവാനായ ദൈവം മോശയിലൂടെ അവർക്ക് കൊടുത്തതായ ഒരു കൽപ്പനയാണ് നാം ഇപ്പോൾ വായിച്ചു കേട്ടത്. അടിമ വീടായ മിസ്രയീം ദേശത്ത് നിന്ന് നിന്നെ കൊണ്ടുവന്ന യഹോവയായ ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. അടിമ വീടായ മിസ്രയീം. എന്തുകൊണ്ട് മിസ്രയീം അടിമ വീടായി? വളരെ ഗൗരവമേറിയൊരു വിഷയമാണ്. വാഗ്ദത്ത സന്തതി, അബ്രഹാമിൻ്റെ മക്കൾ, വാഗ്ദത്ത കനാലിൽ പാർക്കുമെന്ന് ദൈവം വാഗ്ദത്തം ചെയ്തതായ അബ്രഹാമിൻ്റെ മക്കൾ, അവരെങ്ങനെ മിസ്രയീമിൽ എത്തേണ്ടി വന്നു? ഗൗരവമേറിയ അനേകം കാര്യങ്ങൾ എൻ്റെ പിന്നിലുണ്ട്. നമുക്ക് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ ദൈവം അബ്രഹാമിനെ വിളിക്കുന്നതായി നാം കാണുന്നുണ്ട്. യഹോവ അബ്രഹാമിനോട് അരുളിച്ചെയ്തെന്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. അബ്രഹാമിനെ ദൈവം ആദ്യമായി വിളിക്കുന്നത് ഉൽപ്പത്തി 12:1 നാം വായിക്കുന്നത്. അവിടെയാണ് ദൈവം അബ്രഹാമിന് വെളിപ്പെടുന്നത്. ദൈവ ശബ്ദം അബ്രഹാം കേൾക്കുന്നത്. ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ പുറപ്പെടുക. വിശ്വാസത്തിൻ്റെ വഴിയാണത്. എവിടേക്കാണ് പോകേണ്ടതെന്ന് പറഞ്ഞിട്ടില്ല. അബ്രഹാം ഹാരാനിൽ പാർക്കുമ്പോൾ ദൈവത്തിൻ്റെ വിളി അബ്രഹാമിന് കിട്ടി. ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പുറപ്പെടുക. നിന്റെ സ്വദേശത്തെയും പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും എല്ലാം വിട്ട് നീ പുറപ്പെടുക. വിശ്വാസത്തിൻ്റെ വഴിയില്ലാതെ യാത്ര ചെയ്യാൻ ഒക്കുകയില്ല. അബ്രഹാം ഹാരാനിൽ പിതൃഭവനത്തോടൊപ്പം സ്വജാതിക്കാരോടൊപ്പം നല്ല ബിസിനസ് ചെയ്യുന്നവനായി കഴിയുന്ന ഒരു മനുഷ്യനാണ് അബ്രഹാം. ആ അബ്രഹാം ദൈവ ശബ്ദം കേട്ടു. ഞാൻ നിന്നെ കാണിപ്പാണ്ടിരിക്കുന്ന ദേശത്തേക്ക്. എവിടെയാണ്? അബ്രഹാം അറിഞ്ഞുകൂടാ. എന്നാൽ ആ ശബ്ദം കേട്ടത് ദൈവത്തിൻ്റെ വിളിയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പുറപ്പെടുവാനുള്ള ഭാഗ്യം അബ്രഹാമിന് കിട്ടി. അതുകൊണ്ട് അബ്രഹാം വിശ്വാസികളുടെ പിതാവെന്ന പേരിൽ പിന്നീട് അറിയപ്പെട്ടു. എന്നാൽ ദൈവം അബ്രഹാമിനോട് ഇടപെടുന്നതിന് മുൻപ് ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം 31-ാം വാക്യത്തിൽ തേരഹ് തൻ്റെ മകനായ അബ്രഹാമിനെയും ഹാരാൻ്റെ മകനായ തൻ്റെ പൗത്രൻ ലോത്തിനെയും തൻ്റെ മകനായ അബ്രഹാമിൻ്റെ ഭാര്യയായി മരുമകളായ സാറായിയെയും കൂട്ടി കലദേരുടെ പട്ടണമായ ഊരിൽ നിന്ന് കനാൻ ദേശത്തേക്ക് പോകുവാൻ പുറപ്പെട്ടു. അവർ ഹാരാൻ വരെ വന്ന് അവിടെ പാർത്തു. കൽദേ പട്ടണമായ ഊരിൽ പാർക്കുന്ന അബ്രഹാമിനെ അബ്രഹാമിൻ്റെ പിതാവായ തേരഹ് അബ്രഹാമിനോടും തേരഹിൻ്റെ മകൻ്റെ മകനായ പൗത്രൻ ലോത്തിനോടും അബ്രഹാമിൻ്റെ ഭാര്യയായ സാറയെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പുറപ്പെട്ട് ഹാരാനിൽ വന്ന് പാർത്തു എന്ന് നാം വായിക്കുന്നുണ്ട്. അവിടെ വരെ ഹാരാൻ വരെയും കൊണ്ടുവന്നത് തേരഹാണ്. എന്നാൽ ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്: ഈ ദേശം തരുവാൻ ഊരിൽ നിന്ന് നിന്നെ കൊണ്ടുവന്ന യഹോവയായത് ഞാനാകുന്നു. കൽദേ പട്ടണമായ ഊരിൽ നിന്ന് ഈ ദേശം നിനക്ക് തരുവാൻ നിന്നെ കൂട്ടിക്കൊണ്ട് വന്ന് ആക്കിയത് ഞാനാകുന്നു. നിത്യനായ ദൈവം അബ്രഹാമിനോട് ഇടപെട്ടു. പ്രിയപ്പെട്ടവരെ, ദൈവം വിളിക്കുമ്പോഴാണ് എന്നെ ഇന്ന സമയത്താണ് വിളിച്ചത് എന്നൊക്കെ നാം പറയാറുണ്ട്. എന്നാൽ അതിനൊക്കെ എത്രയോ മുൻപ് തന്നെ ദൈവം അബ്രഹാമിനെ കണ്ടിരുന്നു. തേരഹിലൂടെ അബ്രഹാമിനെ ഹാരാനിലേക്ക് എത്തിക്കുമ്പോൾ അവിടെ പ്രവർത്തിച്ചത് ദൈവമാണ്. ദൈവമാണ് അവനെ കൂട്ടിക്കൊണ്ട് വന്നതെന്ന് വ്യക്തമായി അവിടെ പറയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി, നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കുമെന്ന് അരുളി ചെയ്തു. തനിക്ക് പ്രത്യക്ഷനായ യഹോവയ്ക്ക് അവൻ അവിടെ ഒരു യാഗപീഠം പണിതു. ഹാരാനിൽ നിന്ന് പുറപ്പെട്ട് ദൈവം കൽപ്പിച്ചതായ സ്ഥലത്തേക്ക് പോന്ന അബ്രഹാം
വിശ്വാസത്തിൻ്റെ വഴികളിലൂടെ നടന്നു. ഈ ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 7-ാം വാക്യം വരെയും ദൈവഹിതപ്രകാരം ദൈവിക വഴിയിലൂടെ അബ്രഹാം യാത്ര ചെയ്ത് നാം കാണുന്നുണ്ട്. അവർ ഒരു സ്ഥലത്തെത്തി, നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കുമെന്ന് ദൈവം അരുളി ചെയ്തു. ഇതെല്ലാം വലിയ നാഴികക്കല്ലുകളാണ്. ഓരോ വ്യക്തിയെയും വിശ്വാസത്തിൽ ഉറപ്പിക്കുവാൻ പോകുന്നതായ കാര്യങ്ങളാണ്. അബ്രഹാം വിശ്വാസത്തിൽ ഉറക്കേണ്ടതായിരുന്നു. എന്നാൽ എന്താണ് സംഭവിച്ചത്? നമുക്ക് എൻ്റെ അടുത്ത 8-ാമത്തെ വാക്യം വായിച്ച് കേൾക്കാം. അവൻ അവിടെ നിന്ന് ബേഥേലിന് കിഴക്കുള്ള മലയ്ക്ക് പുറപ്പെട്ടു. ബേഥേൽ പടിഞ്ഞാറും ഹായി കിഴക്കുമായി കൂടാരമടിച്ചു. അവിടെ അവൻ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു, യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു. പ്രിയപ്പെട്ടവരെ, 8-ാം വാക്യത്തിൽ അബ്രഹാം വഴി തെറ്റുന്നതായിട്ടാണ് നാം കാണുന്നത്. ദൈവിക വഴി വിട്ട് യാത്ര ചെയ്യുന്നതായിട്ടാണ് നാം കാണുന്നത്. ദൈവഹിതപ്രകാരം അല്ലാതെ അബ്രഹാം പോയി. അബ്രഹാം ബേഥേലിന് കിഴക്കുള്ള മലയ്ക്ക് പുറപ്പെട്ടു. ബേഥേൽ പടിഞ്ഞാറും ഹായി കിഴക്കുമായി കൂടാരമടിച്ചു. അവിടെ യഹോവയ്ക്കൊരു യാഗപീഠം പണിതു, യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു. ഒക്കെ ശരിയാണ്. പക്ഷേ അത് ദുരന്തമായി പോയി, അത് അപകടമായി പോയി. അത് പിന്നീട് നമുക്ക് കാണാം. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 10-ാമത്തെ വാക്യം നമുക്ക് വായിച്ച് കേൾക്കാം. ദേശത്ത് ക്ഷാമമുണ്ടായി. ദേശത്ത് ക്ഷാമം കഠിനമായി തീർന്നതുകൊണ്ട് അബ്രഹാം മിസ്രൈമിൽ ചെന്ന് പാർപ്പാൻ അവിടേക്ക് പോയി. അബ്രഹാം ഇപ്പോൾ പാർക്കുന്നതായ ആ സ്ഥലം, അവിടെ ക്ഷാമമുണ്ടായി. ദൈവം വാസ്തവത്തിൽ അവനൊരു അടയാളം കൊടുത്തതാണ്. അവൻ ദൈവിക വഴിയിൽ നിന്ന് വ്യതിചലിച്ചു എന്ന് അബ്രഹാമിന് ബോധ്യം വരുവാൻ തക്കവണ്ണം അവൻ പാർക്കുന്ന ദേശത്ത് ക്ഷാമമുണ്ടായി. അവിടെ വാസ്തവത്തിൽ അബ്രഹാം തിരിച്ചറിയേണ്ടതായിരുന്നു, എന്നെ വിളിച്ച് വേർതിരിച്ച് എന്നെ കൂട്ടിക്കൊണ്ടുപോകുന്ന നിത്യനായ ദൈവം, സർവശക്തനായ ദൈവം, ആ ദൈവം എന്നെ നടത്തുവാൻ മതിയായവനാണ് എന്ന് അബ്രഹാം വിശ്വസിക്കേണ്ടതായിരുന്നു. അബ്രഹാം പാർക്കുന്ന സ്ഥലത്ത് സ്വാഭാവികമായി ക്ഷാമം ഉണ്ടാവുകയില്ല. എന്നാൽ അവിടെ ക്ഷാമം ഉണ്ടായി. ക്ഷാമം ഉണ്ടായപ്പോഴും അബ്രഹാം അനങ്ങിയില്ല. അബ്രഹാമിൻ്റെ തെറ്റ് അബ്രഹാം കണ്ടുപിടിച്ചില്ല. അബ്രഹാം അവിടെ തന്നെ തുടർന്ന് താമസിച്ചു. എന്തുണ്ടായി? ദേശത്ത് ക്ഷാമം കഠിനമായി തീർന്നതുകൊണ്ട് അബ്രഹാം അവിടെ നിന്ന് മിസ്രൈമിലേക്ക് പോയി. അവിടെയാണ് അപകടം പറ്റിയത്. ദൈവത്തിൻ്റെ ആലോചനയില്ലാതെ, ദൈവത്തിൻ്റെ ആലോചന ചോദിക്കാതെ അബ്രഹാം സ്വന്തം ഭാര്യയുടെ വാക്ക് കേട്ട് അബ്രഹാം മിസ്രൈമിലേക്ക് പോയി. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ യെശയ്യാ പ്രവാചകനോട് നിത്യനായ ദൈവം ഇപ്രകാരം ഇസ്രായേൽ ജനത്തോട് കൽപ്പിച്ചു: ഫറവോന്റെ സംരക്ഷണയിൽ തങ്ങളെ തന്നെ സംരക്ഷിക്കേണ്ടതിനും മിസ്രൈമിൻ്റെ നിഴലിൽ ശരണം പ്രാപിക്കേണ്ടതിനും എൻ്റെ അരുളപ്പാട് ചോദിക്കാതെ മിസ്രൈമിലേക്ക് പോവുകയും ചെയ്യുന്ന മത്സരമുള്ള മക്കൾക്ക് അയ്യോ കഷ്ടമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. ദൈവം വഴി നടത്തുന്ന ദൈവമക്കൾ അവരുടെ ഓരോ സ്റ്റെപ്പുകളിലും ദൈവത്തോട് ആലോചന ചോദിച്ചുകൊണ്ട് ഓടാൻ പോകാൻ. അങ്ങനെയാണ് ദൈവം ദൈവമക്കളെ വഴി നടത്തുന്നത്. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ തന്നെയുണ്ട്, നിങ്ങൾ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ മകനെ വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുവീരെന്നൊരു ശബ്ദം പിന്നിൽ നിന്ന് കേൾക്കും. ആ ശബ്ദം കേൾക്കാറ്, ദൈവഹിതം തിരിച്ചറിയാറ് അബ്രഹാം സ്വന്തം ഇഷ്ടത്തിന് മിസ്രൈമിലേക്ക് പോയി. അത് മത്സരമാണ്, ദൈവത്തോളം മത്സരമാണ്. കാരണം മത്സരിക്കുന്നവനകത്ത് വന്നു കഴിഞ്ഞു. വാസ്തവത്തിൽ ദൈവവുമായുള്ള സജീവമായ ബന്ധം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ആമോസ് പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ ആമോസ് പ്രവാചകനിലൂടെ ദൈവം ഇപ്രകാരം അരുളി ചെയ്യും: നിങ്ങളുടെ എല്ലാ പട്ടണങ്ങളിലും ഞാൻ നിങ്ങൾക്ക് പല്ലിൻ്റെ വെടിപ്പും എല്ലായിടങ്ങളിലും അപ്പത്തിൻ്റെ കുറവും വരുത്തിയിട്ടും നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. ജീവിതയാത്രയിൽ ദൈവമക്കൾക്ക് കഷ്ടതകൾ വരുമ്പോൾ ആമോസ് പ്രവാചകനെയാണ് പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് പല്ലിൻ്റെ വെടിപ്പും അപ്പത്തിൻ്റെ കുറവും വരുത്തിയിട്ടും നിങ്ങളെങ്കിലേക്ക് തിരിഞ്ഞില്ല. ജീവിതത്തിൽ ക്ഷാമം പ്രകടമായി കണ്ടപ്പോൾ, ദൈവീക പ്രത്യക്ഷതയില്ലാതെ, ദൈവവുമായുള്ള ബന്ധമില്ലാതെ മുന്നോട്ട് പോകുന്നു എന്ന് വ്യക്തമായ ബോധ്യം അവർക്ക് കൊടുത്തിട്ടും അവർ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞില്ല. ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം വായിക്കുമ്പോൾ നമുക്കിങ്ങനെ കാണാം: യഹോവ അവന് പ്രത്യക്ഷനായി അരുളി ചെയ്തത് എന്തെന്നാൽ, നീ മിസ്രൈമിലേക്ക് പോകരുത്, ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ദേശത്ത് പാർക്ക. ദൈവമക്കളെ, അബ്രഹാമിൻ്റെ കാലത്തിന് ശേഷം ഇസഹാക്ക് ജീവിക്കുമ്പോൾ, അബ്രഹാമിൻ്റെ മകനായ ഇസഹാക്കിൻ്റെ കാലത്ത് ഒരു ദേശത്ത് ക്ഷാമമുണ്ടായി. എന്നാൽ ഇസഹാക്ക് മിസ്രൈമിലേക്ക് പോകാതെ
ഗരാറിൽ ഫെലിസ്ത്യ രാജാവായ അബീമേലെക്കിൻ്റെ അടുക്കൽ പോയി. യഹോവ അവനോട്, നീ മിസ്രൈമിലേക്ക് പോകരുത്, നീ ഇവിടെ താമസിക്കുക. കൃത്യമായ എള്ളപ്പാടുകൾ കൊടുത്തു. അക്കാലത്ത് ഇസ്ഹാക്കിന് ദൈവത്തിലൊരു ആശ്രയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ദൈവം ഇസ്ഹാക്കിന് കൃത്യമായ എള്ളപ്പാടുകൾ കൊടുത്തു. നീ ഇവിടെ പാർക്കുക, നീ ഗരാർ രാജാവായ അബീമേലെക്കിൻ്റെ അടുക്കൽ തന്നെ നീ പാർക്കുക, നീ മിസ്രൈമിലേക്ക് പോകരുത്. കൃത്യമായ എള്ളപ്പാടുകൾ കൊടുത്തു. 105 സങ്കീർത്തനം 23 വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: ഇസ്രായേൽ മിസ്രൈമിലേക്ക് ചെന്നു, യാക്കോബ് ഹാമിൻ്റെ ദേശത്ത് പാർത്തു. പ്രിയപ്പെട്ടവരെ, ഇസ്രായേൽ മിസ്രൈമിലേക്ക് ചെന്നു, യാക്കോബ് ഹാമിൻ്റെ ദേശത്ത് പാർത്തു. അപ്പനായ നോഹയാൽ ശാപം കിട്ടിയവനായ ഹാം, ആ ഹാമിൻ്റെ ദേശത്ത് യാക്കോബിൻ്റെ സന്തതികൾ പോയി പാർക്കേണ്ടി വന്നു. എല്ലാം പാപത്തിൻ്റെ ഫലമാണ്. ദൈവമായുള്ള ബന്ധം തകരാറിലായതിൻ്റെ ഫലമാണ്. ഉൽപ്പത്തി പുസ്തകം 12 അധ്യായം 11-12 വാക്യങ്ങളിൽ നാം ഇപ്രകാരമാണ് വായിക്കുന്നത്: മിസ്രൈമിൽ എത്തുമാറായപ്പോൾ അവൻ തൻ്റെ ഭാര്യ സാറായിയോട് പറഞ്ഞത്, ഇതാ നീ സൗന്ദര്യമുള്ള സ്ത്രീ എന്ന് ഞാൻ അറിയുന്നു. മിസ്രൈമർ നിന്നെ കാണുമ്പോൾ ഇവൾ അവൻ്റെ ഭാര്യ എന്ന് പറഞ്ഞ് എന്നെ കൊല്ലുകയും നിന്നെ ജീവനോടെ രക്ഷിക്കുകയും ചെയ്യും. മിസ്രൈമിൽ എത്തിയില്ല, മിസ്രൈമിലേക്ക് യാത്ര ചെയ്യുന്നതേ ഉള്ളൂ. പക്ഷേ അബ്രഹാമിൻ്റെ ഹൃദയത്തിൽ ഭയം, ദൈവിക സാന്നിധ്യം നഷ്ടപ്പെട്ടു എന്നുള്ളതിൻ്റെ പ്രകടമായ ലക്ഷണമാണ് ദൈവിക ഭയം വരുന്നത്. ഭയം വന്നു, അബ്രഹാം ഭയപ്പെട്ടു. എന്തിനാണ്? അകാരണമായ ഭയം. സ്വന്തം ഭാര്യയായ സാറ സുന്ദരിയാണ് എന്ന വിചാരം. അതിപ്പോഴല്ലല്ലോ, എത്രയോ വർഷങ്ങളായിട്ട് ഭാര്യയായിട്ട് നടക്കുന്ന ആളാണ് സാറ. സാറ സുന്ദരിയാണെന്നുള്ളതിൽ ഒരിക്കലും അഭിമാനം കൊണ്ടവനല്ലേ അബ്രഹാം. എന്നാൽ ഇപ്പോൾ അബ്രഹാമിന് ഭയം. ഞാനിപ്പോൾ മിസ്രൈമിലേക്ക് പോയാൽ എൻ്റെ ഭാര്യ സുന്ദരിയായതുകൊണ്ട് മിസ്രൈമർ എന്നെ കാണുമ്പോൾ ഇവളെൻ്റെ ഭാര്യ എന്ന് പറഞ്ഞ് എന്നെ കൊല്ലുകയും നിന്നെ ജീവനോടെ രക്ഷിക്കുകയും ചെയ്യും. മരണഭയം, പ്രാണഭീതി അബ്രഹാമിനുണ്ടായി. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവവുമായി ഉള്ള ബന്ധത്തിൽ ജീവിക്കുന്ന ഒരു ദൈവവേദന അവന് ഭയം വരുന്നുണ്ടെങ്കിൽ ദൈവിക സാന്നിധ്യം നഷ്ടപ്പെട്ടു എന്നുള്ളത് തിരിച്ചറിയണം. അബ്രഹാം തിരിച്ചറിഞ്ഞില്ല. നാം വളരെ വ്യക്തമായി കാണുന്നു. 23 സങ്കീർത്തനത്തിൽ 4 വാക്യത്തിൽ സങ്കീർത്തനക്കാരനായ ദാവീദ് പറയും: കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. ദാവീദ് പറയുകയാണ്, കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും. അതേ അബ്രഹാമിൻ്റെ വംശപരമ്പരയിൽപ്പെട്ടവനായ ദാവീദ്. സ്തോത്രം. ആ ദാവീദിൻ്റെ കാലത്ത് ദാവീദിൻ്റെ ആദ്യകാലത്ത്, രാജാവായിരിക്കുന്ന കാലത്ത്, ആദ്യകാലത്ത് രചിച്ചതാണ് 23 സങ്കീർത്തനം. ആ ദാവീദ് പറയുകയാണ്, കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും. ഇംഗ്ലീഷ് വേദോസനകത്ത് പറയുന്നത്, ഐ വാക്ക് ത്രൂ ദി വാലി ഓഫ് ഷാഡോ ഓഫ് ഡെത്ത്. മരണനിഴലിൻ താഴ്വരയിൽ കൂടി ഞാൻ നടന്നാലും. സ്തോത്രം. ഏകനായി ഞാൻ പോകുമ്പോൾ മരണനിഴലിൻ താഴ്വരയിൽ കൂടി ഞാൻ നടന്നാലും, കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോട് ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. ഞാൻ എവിടെ പോയാലും നീ എന്നോട് കൂടെയുണ്ട്. ആ ധൈര്യം ദാവീദിനുണ്ടായിരുന്നു. സ്തോത്രം. ആ ധൈര്യമാണ് വാസ്തവത്തിൽ ദാവീദിനെ പ്രതികൂലം കൊണ്ട് പറ്റി നടത്തിയത്. എല്ലാവരും പ്രതികൂലമായ സാഹചര്യങ്ങളില്ലേ? ശൗൽ രാജാവ് വേട്ടയാടിയ കാലങ്ങളില്ലേ? കൊട്ടാരം വിട്ട് കാട്ടിലൂടെ ഓടേണ്ടി വന്നില്ലേ ദാവീദ്? അന്നും ദാവീദിനെ പിടിച്ച് നിർത്തിയത് ദൈവത്തിലുള്ള ആശ്രയമാണ്, ദൈവിക സാന്നിധ്യമാണ്. വായിക്കുന്നു 25 സങ്കീർത്തനത്തിൻ്റെ 15 വാക്യത്തിലും ദാവീദ് ഇപ്രകാരം പറയും: എൻ്റെ കണ്ണ് എപ്പോഴും യഹോവയെങ്കിലേക്കാകുന്നു, അവൻ എൻ്റെ കാലുകളെ വലയിൽ നിന്ന് വിടുവിക്കും. ഞാൻ ഒരു കാര്യം ചെയ്യും, ദാവീദ് പറഞ്ഞു, എൻ്റെ കണ്ണ് എപ്പോഴും യഹോവയെങ്കിലേക്കാകുന്നു. ഞാൻ എപ്പോഴും എൻ്റെ ആശ്രയം വെക്കുന്ന ദൈവത്തിലാണ്. സ്തോത്രം. അതുകൊണ്ട് എന്തുണ്ടായി? എൻ്റെ കണ്ണെപ്പോഴും യഹോവയെങ്കിലേക്കാകുന്നു, അവൻ എൻ്റെ കാലുകളെ വലയിൽ നിന്ന് വിടുവിക്കുന്നു. എൻ്റെ കാലൊരു വലയിൽ കുടുങ്ങിപ്പോകാതെ, ഞാൻ കെണിയിലകപ്പെടാറ് എൻ്റെ കാലുകളെ കാക്കുന്ന ദൈവമാണ്. സ്തോത്രം. 27 സങ്കീർത്തനത്തിൻ്റെ 1 വാക്യത്തിലും ദാവീദ് ഇപ്രകാരം പറയും: യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും?
യഹോവ എൻ്റെ ജീവൻ്റെ ബലം, ഞാൻ ആരെ പേടിക്കും? അവിടെ ഈ നല്ല പ്രാഗൽഭ്യത്തോടെയാണ് ദാവീദ് പറയുന്നത്, യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു. എൻ്റെ ജീവിതത്തിലെ വെളിച്ചം ദൈവമാണ്. അവൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ നടക്കുന്നത്, അവൻ്റെ സാന്നിധ്യത്തിലാണ് ഞാൻ നടക്കുന്നത്. എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയും യഹോവയാണ്. ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവൻ്റെ ബലം, ഞാൻ ആരെ പേടിക്കും? സ്തോത്രം. എന്നെ ബലപ്പെടുത്തുവാൻ ദൈവം എന്നോട് കൂടെയുണ്ട്. എനിക്ക് ആരെയും പേടിയില്ല, പേടിക്കേണ്ട കാര്യമില്ല. പ്രിയപ്പെട്ടവർ, ഇതൊരു വിശ്വാസിയുടെ പദവിയാണ്. ഈ തലമുറയിൽ ജീവിക്കുന്ന നമ്മുടെയും ഒരു പദവിയാണ് വാസ്തവത്തിൽ അത്. ആ പ്രാഗൽഭ്യം ദാവീദിനുണ്ടായിരുന്നു. എന്നാൽ നമുക്ക് ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം ആദ്യത്തെ ഒരു 3 വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. അബ്രഹാമിൻ്റെ കാലത്തുണ്ടായ മുമ്പിലത്തെ ക്ഷാമം കൂടാതെ പിന്നെയും ആ ദേശത്ത് ഒരു ക്ഷാമമുണ്ടായി. അപ്പോൾ ഇസഹാക്ക് ഗരാരിൽ ഫെലിസ്ത്യരുടെ രാജാവായ അബിമേലേക്കിൻ്റെ അടുക്കൽ പോയി. യഹോവാവിന് പ്രത്യക്ഷനായി അരുളിച്ചത് എന്തെന്നാൽ, നീ മിസ്രൈമിലേക്ക് പോകരുത്, ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ദേശത്ത് പാർക്ക, ഈ ദേശത്ത് താമസിക്ക, ഞാൻ നിന്നോടുകൂടെ ഇരുന്ന് നിന്നെ അനുഗ്രഹിക്കും, നിനക്കും നിന്റെ സന്തതിക്കും ഈ ദേശമൊക്കെയും തരും, നിന്റെ പിതാവായ അബ്രഹാമിനോട് ഞാൻ ചെയ്ത സത്യം നിവർത്തിക്കും. പ്രിയപ്പെട്ടവരെ, നാം ദൈവസന്നിധിയിൽ വാഗ്ദത്തങ്ങൾ പുതുക്കി വാങ്ങിക്കേണ്ടവരാണ്. ദൈവിക വഴികളിലൂടെ നാം യാത്ര ചെയ്ത് ദൈവം കൽപ്പിക്കുന്നതായ അതേ ചുവടുകളിലൂടെ നടന്ന് നാം ദൈവത്തെ അനുസരിക്കുന്ന പക്ഷം ദൈവമക്കളെ, ദൈവം നമുക്ക് വാഗ്ദത്തങ്ങൾ പുതുക്കിത്തരും. എന്നും പുതിയ പുതിയ വാഗ്ദത്തങ്ങൾ തരും. എന്നും പുതിയ മന്ന നമുക്ക് തരും. അത് വളരെ വ്യക്തമാണ്. വേദോസ്തലത്തിൽ വളരെ വ്യക്തമായിട്ടെല്ലാം കാണുന്നുണ്ട്. നമുക്ക് വീണ്ടും വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: നീ എൻ്റെ സഹോദരി എന്ന് പറയണം, എന്നാൽ നിന്റെ നിമിത്തം എനിക്ക് നന്മ വരികയും ഞാൻ ജീവിച്ചിരിക്കുകയും ചെയ്യും. വീണ്ടും വീണ്ടും തെറ്റിലേക്ക് പോവുകയാണ്. അബ്രഹാം വാസ്തവത്തിൽ ദൈവവുമായുള്ള ബന്ധം നഷ്ടപ്പെട്ട അബ്രഹാം, ദൈവിക പ്രത്യക്ഷത നഷ്ടപ്പെട്ട അബ്രഹാം ഇപ്പോൾ സ്വന്തം ബുദ്ധിയിൽ തപ്പുകയാണ്. എന്താണ് പോംവഴി? സുന്ദരിയായ എൻ്റെ ഭാര്യയുമായി ഞാൻ മിസ്രൈമിലേക്ക് ചെന്നാൽ അവരെൻ്റെ ഭാര്യയുടെ സൗന്ദര്യം കാണും. ഞാൻ അവളുടെ ഭർത്താവാണെന്നറിഞ്ഞാൽ അവരെന്നെ കൊല്ലും, അവളെ അവരെടുക്കും. എന്താണ് പോംവഴി? പരിഹാരമാർഗം എന്താണ്? അബ്രഹാമിന് ഭാര്യയെ കൊടുത്ത നിത്യനായ ദൈവത്തോട് ആലോചന ചോദിക്കാതെ അബ്രഹാം അവൾക്കൊരു കുറുക്കുവഴി പറഞ്ഞു കൊടുത്തു. ഒരു കാര്യം ചെയ്തോ, അവിടെ ചെല്ലുമ്പോൾ നിന്നോട് ആരെങ്കിലും ചോദിച്ചാൽ അതെൻ്റെ സഹോദരനാണെന്ന് പറഞ്ഞേക്കണം. എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ അതെൻ്റെ സഹോദരിയാണ്, ഞാനും പറഞ്ഞോളാം. നമ്മൾ രണ്ടുപേരും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ പ്രശ്നമില്ലല്ലോ. അതുകൊണ്ട് എന്നെ കൊല്ലേണ്ടി വരില്ല, ഞാൻ മരിക്കേണ്ടി വരില്ല. ദൈവത്തിന് സ്തോത്രം. നീ എൻ്റെ സഹോദരി എന്ന് പറയണം, എന്നാൽ നിന്റെ നിമിത്തം എനിക്ക് നന്മ വരികയും ഞാൻ ജീവിച്ചിരിക്കുകയും ചെയ്യും. അവിടെയാണ് ഇതാണ് ശത്രുവിൻ്റെ പിടിയിൽ അമർന്നു പോയതായ ഒരു വ്യക്തി. അവൻ ലോകപ്രകാരമുള്ള നന്മയാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. അടിസ്ഥാനം മറഞ്ഞുപോയി. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവർ, ഇന്ന് അനേകരുടെയും ജീവിതത്തിൽ വരുന്ന കെടുതി അതാണ്. ഈ ലോകത്തിലെ നന്മ, ഈ ലോകത്തിലെ സുഖങ്ങൾ, ഈ ലോകത്തിലെ ജഡീക ഇമ്പങ്ങൾ, അതിലേക്ക് മനുഷ്യൻ മാറിപ്പോകുന്നു, തിരിച്ചറിയാതെ തിരിഞ്ഞു പോകുന്നു. എന്നാൽ ഈ ലോകവുമായുള്ളതൊന്നും എനിക്കുള്ളതല്ല എന്നുള്ള അടിസ്ഥാന പ്രമാണം മനുഷ്യൻ മറന്നുപോകുന്നു. ഇന്ന് ജീവിക്കുന്ന ക്രിസ്ത്യാനികളിൽ ബഹുഭൂരിപക്ഷം അങ്ങനെയല്ലേ ജീവിക്കുന്നത്? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അത് തന്നെയല്ലേ കർത്താവായ യേശു ക്രിസ്തു ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറഞ്ഞു: മനുഷ്യപുത്രൻ ഇനിയും വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? സാക്ഷാൽ വിശ്വാസികളെ കണ്ടെത്താൻ കിട്ടുമോ? എത്ര സത്യമാണ്! കർത്താവ് 2-ാമത്തെ വരവിൽ പറന്നുയരാൻ എത്ര പേര് കാണും? ജീവങ്കിലേക്ക് പോകുന്ന വാതിലിടുക്കവും വഴിചെരുക്കവും ഉള്ളതിലൂടെ കടക്കുന്നവർ ചുരുക്കമത്രേ. നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും അതിലൂടെ കടക്കുന്നവർ അനേകരുമത്രേ. ഇന്നത്തെ ബഹുഭൂരിപക്ഷം ക്രിസ്ത്യാനികളും നിത്യനാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയല്ലേ? ലോകമോദങ്ങളിൽ മുഴുകി, ലോക സമ്പത്തിൽ ആശ്രയിച്ച്, അസുഖത്തിലുള്ള ദൈവിക പ്രമാണങ്ങൾ വിട്ട് ഇന്ന് ജീവിക്കുകയല്ലേ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അബ്രഹാം
സ്വന്തം ബുദ്ധിയിൽ ആലോചന പറഞ്ഞു കൊടുത്തു, നീ എൻ്റെ സഹോദരി എന്ന് പറയണം. ഞാൻ നിന്റെ സഹോദരനാണ്, ഞാനും പറഞ്ഞോടാം. രക്ഷപ്പെടാൻ അതേ മാർഗമുള്ളൂ. അങ്ങനെയാണെങ്കിൽ നീ നിമിത്തം എനിക്ക് നന്മ വരും, ഈ ലോകത്തിന് നന്മകൾ. അതാണ് അബ്രഹാം പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 37-ാമത്തെ വാക്യത്തിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രസിദ്ധമായ ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് ഇപ്രകാരം പറഞ്ഞു, നിങ്ങളുടെ വാക്ക് ഉവ്വ് ഉവ്വ് എന്നും ഇല്ല ഇല്ല എന്നും ആയിരിക്കട്ടെ, ഇതിലധികമായത് ദുഷ്ടനിൽ നിന്ന് വരുന്നു. ഒരു വിശ്വാസിയുടെ വാക്ക് ഒന്നുകിൽ ഉവ്വ് അല്ലെങ്കിൽ ഇല്ല, അതിലധികമായി ഒന്നും വരരുത്. അതിലധികമായി വരുന്നുണ്ടോ? ഒരു വിശ്വാസിയുടെ വാക്കിൽ ഉവ്വെന്നോ ഇല്ലെന്നോ അല്ലാതെ മറ്റെന്തെങ്കിലും അധികമായി വരുന്നുണ്ടോ? അത് ദുഷ്ടനിൽ നിന്ന് വരുന്നു. അത് ദുഷ്ടൻ്റേതാണ് വളഞ്ഞ വഴികൾ, പൈശാചികൻ്റേതാണ് വളഞ്ഞ വഴികൾ. കൃത്യമായി കർത്താവ് വചനം പറഞ്ഞു തന്നു. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 36-ാമത്തെ വാക്യത്തിലും കർത്താവ് യേശുക്രിസ്തു ഇപ്രകാരം പറഞ്ഞു, എന്നാൽ മനുഷ്യർ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഏത് നിസ്സാര വാക്കിനും ന്യായവിധി നാളിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. എത്ര പേർക്ക് ആ ബോധ്യമുണ്ട് എന്ന്? കളിവാക്കുകൾ, പൊട്ടച്ചൊല്ലുകൾ, തമാശകൾ, ദൈവഭയമില്ലാതെ മനുഷ്യൻ സംസാരിക്കുന്നു, അനേകരെ കുറ്റപ്പെടുത്തുന്നു, അനേകരെ തുച്ഛീകരിക്കുന്നു, തന്നെ ഉയർത്തുന്നതായ വാക്കുകൾ. മനുഷ്യൻ പറയുന്ന ഏത് നിസ്സാര വാക്കിന് ന്യായവിധി നാളിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. എത്ര പേർക്ക് ആ ബോധ്യമുണ്ട്? ആ ബോധ്യം ഒരുവനുണ്ടെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവാണ് ആ വ്യക്തിയെ നടത്തുന്നതെങ്കിൽ അരുതാത്ത ഒരു വാക്ക് അവൻ്റെ വായിൽ നിന്ന് വരാതെ അവൻ്റെ വായെ തടയും. ഒരു വാക്ക് പറയാൻ പരിശുദ്ധാത്മാവ് സമ്മതിക്കുകയില്ല. ഇല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് എന്ത് ശക്തി! നിങ്ങൾ ചിന്തിക്കു പ്രിയപ്പെട്ടവർ. ഇന്ന് ക്രിസ്ത്യാനിയെ നയിക്കുന്നത് പരിശുദ്ധാത്മാവോ? ഇന്ന് അവൻ്റെ വാക്കുകൾ പരിശുദ്ധാത്മാവിൻ്റെ നാവിൽ കൊടുക്കുന്ന വാക്കുകളോ? ശാന്തമായി ചിന്തിക്കുക, തിരുത്തേണ്ടവർ തിരുത്തുക. ദൈവത്തിന് സ്തോത്രം. 34-ാം സങ്കീർത്തനത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ സങ്കീർത്തനക്കാരനായ ദാവീദ് ഇപ്രകാരം പറയും, ദോഷം ചെയ്യാതെ നിന്റെ നാവിനെയും വ്യാജം പറയാതെ നിന്റെ അധരത്തെയും കാത്തുകൊള്ളുക. നിന്റെ ജീവിതകാലത്ത്, ഈ ഭൂമിയിലെ ജീവിതകാലത്ത് നീ ദോഷം ചെയ്യാതെ നിന്റെ നാവിനെ കാക്കണം, വ്യാജം പറയാതെ നിന്റെ അധരത്തെയും കാത്തുകൊള്ളുക. ഇല്ലെങ്കിൽ അന്ത്യനായ ഈ നാളിൽ നിന്റെ വാക്കുകളെ ന്യായം വിധിക്കും. നീ നിത്യനരകത്തിലേക്ക് പോകേണ്ടി വരും. ചാകാത്ത പുഴുവും കടാത്ത തീയുമുള്ളതായ നിത്യനരകത്തിലേക്ക് നീ പോകേണ്ടി വരും. ഭയത്തോടെ നമുക്ക് ദൈവത്തെ ഭയത്തോടെ ജീവിക്കാം. നമ്മുടെ ഓരോ വാക്കുകളും ഭയത്തോടുകൂടി ആയിരിക്കട്ടെ. കൊലോസ്യ ലേഖനം 4-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യ സഭയോട് ഇപ്രകാരം പറയും, ഓരോരുത്തരോട് നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണമെന്ന് അറിയേണ്ടതിന് നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോടുകൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കട്ടെ. ഒരു വിശ്വാസിയുടെ വാക്ക് എങ്ങനെയുള്ളതായിരിക്കണം? നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോടുകൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കണം. അത്ര കൃത്യമാണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവർ, അരുതാത്തവന് നേരെ വിര ചൂണ്ടാൻ ഒക്കുമോ? ദൈവത്തിന് സ്തോത്രം. അത് ഉപ്പിനാൽ രുചി വരുത്തിയതാണെങ്കിൽ, അത് ആത്മീക വർധന വരുത്തുന്നതാണെങ്കിൽ നമുക്കിങ്ങനെ സംസാരിക്കാൻ ഒക്കുമോ പ്രിയപ്പെട്ടവർ? അത് ദൈവിക വഴിക്ക് എതിരാണെന്ന് കണ്ടെത്താൻ നിങ്ങൾക്ക് എത്ര പേർക്ക് കഴിയും? എഫേസ്യ ലേഖനം 5-ാം അധ്യായം 25-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് എഫേസ്യ സഭയോട് പ്രകാരം പറയും, ഭർത്താക്കന്മാരെ ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ. ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ഭർത്താക്കന്മാരെ നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ. അങ്ങനെ സ്നേഹിക്കുന്ന കുടുംബങ്ങൾ എത്ര ശാശ്വതമായ സമാധാനമുള്ളതായിരിക്കും. അവിടെ വിശ്വാസികളെ കൊണ്ട് നിറഞ്ഞിരിക്കും. അങ്ങനെയുള്ള ഭാര്യാഭർത്താക്കന്മാരുടെ വീട്ടിൽ അനുഗ്രഹീതരായ മക്കളുണ്ടായിരിക്കും, സംശയമൊന്നുമില്ല. ഭർത്താക്കന്മാരെ നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ കർത്താവ് സഭയെ സ്നേഹിച്ചതുപോലെ സ്നേഹിപ്പീൻ. ഈ സ്നേഹത്തിലേക്ക് ആര് വരും? ഈ സ്നേഹത്തിലേക്ക് എന്ന് ഈ സഭ വരും?
ശാന്തമാനൊക്കെ ചിന്തിക്കാം. പത്രോസ്ലീഹ എഴുതിയ രണ്ടാമത്തെ ലേഖനം 1-ാം അധ്യായം 10-ാം വാക്യത്തിൽ, പത്രോസ്ലീഹ എഴുതിയ രണ്ടാമത്തെ ലേഖനം 1-ാം അധ്യായം 10-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പത്രോസ് ഇപ്രകാരം പറയും: അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പീൻ. സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പീൻ. ദൈവം നമ്മെ എന്തിനായി വിളിച്ചിരിക്കുന്നു? നമ്മുടെ പരമമായ ലക്ഷ്യം എന്താണ്? ഈ ഭൂമിയിലെ വാസമല്ലല്ലോ പ്രിയപ്പെട്ടവരെ. നിത്യനായ ദൈവത്തോടുകൂടെ നിത്യത കഴിക്കുവാൻ വേണ്ടി നാം ഒരുങ്ങിയോ? നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം, നമുക്ക് നമ്മെ തന്നെ താഴ്ത്താം, നമുക്ക് ദിവസത്തിലേക്ക് നമുക്ക് വരാം. നമുക്ക് കർത്താവിൻ്റെ ഒരു വാക്ക് പറയാം: കർത്താവേ, ഇതുവരെയുമുള്ള എൻ്റെ ജീവിതം തെറ്റിപ്പോയി, ഞാൻ സമ്മതിക്കുന്നു. ഇതുവരെ നിന്നെ വേദനിപ്പിച്ച് നിനക്കെതിരായി നടന്നുപോയി. പക്ഷേ ഇപ്പോൾ ഞാനൊരു മുടിയൻ പുത്രനെ പോലെ മടങ്ങി വരുന്നു. കർത്താവേ, ഒരു പന്നിയെപ്പോലെ ഞാൻ മടങ്ങി വരുന്നു. ഛർദ്ദിച്ച് തിന്നുപോയൊരു നായെപ്പോലെ ഞാൻ മടങ്ങി വരുന്നു. അപ്പം സ്വർഗത്തോട് നിന്നോട് ഞാൻ പാപം ചെയ്തു പോയി. എൻ്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല. എൻ്റെ ഭവനത്തിൽ കൂലിക്കാരനെ പോലെ എന്നെ കൈക്കൊള്ളണമേ. തിരുരക്തത്താൽ എന്നെ കഴുകണമേ. കഴിഞ്ഞ കാലപാപങ്ങളെല്ലാം ക്ഷമിക്കണമേ. മാനവും മഹത്തോടെ എടുക്കണമേ. രണ്ടാമത്തെ വരവിനായി ഇടയങ്ങളെ ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ തന്നെ. ആമേൻ.